ഇന്ന് വീടിനടുത്തുള്ള പള്ളിയിലെ നേർച്ചയായിരുന്നു. രാവിലെ തന്നെ നേരത്തെ പോയിട്ട് ബക്കറ്റിൽ പള്ളിച്ചോറും ബീഫ് കറിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പള്ളിയിലെ നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം. ബീഫ് കറി ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ നേരത്തെ പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഇനി ചൂട്ടോടെ നെയ്ച്ചോറും ബീഫാണ് കഴിക്കാൻ പോണത്. അപ്പോൾ പ്ലേറ്റിലേക്ക് റൈസ് വിളമ്പാട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് റൈസിൻ്റെ. ഇനി ബീഫ് കറി കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കാം. നല്ല കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ കറി. ബീഫാണെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വീട്ടിൽ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് കറി കൂടി ആയാലല്ലേ നല്ല കോമ്പിനേഷൻ കറക്റ്റ് ആവുള്ളൂ. ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആ ബീഫ് എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാറും ചോറ് നല്ല പോലെ ഇങ്ങനെ കുഴക്കാട്ടോ. പിന്നെ ആ പരിപ്പ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നെയ്ച്ചോറിൻ്റെ അരി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റാണ് വേവ്. പിന്നെ അതുപോലെ തന്നെ അരി വളരെ ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. ആ കറിയുടെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ വീട്ടിലും ഹോട്ടലൊന്നും കിട്ടുന്ന പോലെ കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഗ്രേവി ഒന്നും ഒരു രക്ഷയില്ല. ബീഫ് കറി ആണെങ്കിലും അതുപോലെ റൈസ് ആണെങ്കിലും വേവെല്ലാം കറക്റ്റാണ്. പിന്നെ ഈ ബീഫ് കറിയുടെ ചാറും പിന്നെ പരിപ്പ് കറി ഉണ്ടല്ലോ, ചോറിലിങ്ങനെ നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.